ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് മാംഗോ കൊണ്ടൊരു അഡാർ ഐറ്റം ഉണ്ടാക്കിയാലോ. ഭയങ്കര ടേസ്റ്റാണ്. കാണാൻ തന്നെ എന്താ പറയുക, നോക്കിയിരിക്കാൻ തോന്നും, കഴിക്കാൻ തോന്നും. അത്രയും കിഡുമായിട്ടുള്ളൊരു ഐറ്റമാണ് മാംഗോ പന്ന കൊട്ട. അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 നല്ല പഴുത്ത മാംഗോ എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജെലറ്റിൻ ഉണ്ടല്ലോ, അത് ഒരു 3 ടേബിൾ സ്പൂൺ ചൂട് വെള്ളത്തിലൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് അവിടെ കലക്കിയിട്ടൊന്ന് മാറ്റി വെക്കണം. ഇതുപോലെ 2 ബൗളിലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് മാംഗോയിൽ ചേർക്കാനും പിന്നെ ഒന്ന് ഉണ്ടാക്കുന്ന ക്രീമിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാദ്യം തന്നെ നമുക്ക് ഈ ജെലറ്റിൻ ഒന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. പിന്നെ 3 മാംഗോ കട്ട് ചെയ്തൊരു മിക്സിയിലേക്ക് ഇടാം. അതിലൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പഴുപ്പാക്കി എടുക്കണം. ഇനി അതിലോട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ജെലറ്റിൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മാംഗോ സെറ്റ് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജെലറ്റിനും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതോടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു കപ്പുണ്ടല്ലോ, അതിൽ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പുഡിംഗ് ഡിഷിലും അതിലെല്ലാം ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു കാണാനൊരു ഭംഗിക്കും ഫോട്ടോനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ എന്നിട്ട് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഇതൊന്ന് ചെരിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ അറ്റം വരെ എന്താ പറയുക, നന്നായിട്ട് അറ്റം വരെ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ആ സെറ്റായിട്ട് വരുമ്പോൾ ഒരു പെർഫെക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് പണിയാണ്. ചെരിഞ്ഞിട്ട് ഇത് ശരിക്കും കറക്റ്റ് നിൽക്കുകയും വേണം. നല്ല എന്താ പറയുക, ലാസ്റ്റ് വരെ പെർഫെക്റ്റായിട്ട് ഉണ്ടാകണം. പിന്നെ ഞാനിത് കൂടാണ്ട് ഒരു വലിയ ഗ്ലാസ്സിലും 2 ബൗളിലും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഒറ്റൊരു ഡിഷിലാക്കിയാലും മതി. അപ്പോൾ അതവിടെ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ആ സമയത്ത് നമുക്കതിൻ്റെ ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 2 കപ്പ് പാലും ആവശ്യത്തിനുള്ളൊരു പഞ്ചസാര ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ടിടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് ഫ്രഷ് ക്രീമാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ പക്ക് ക്രീമോ അങ്ങനെ ഏത് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമ്മളിങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ജെലറ്റിനൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലൊഴിക്കുന്നുണ്ട്. പാലും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ജെലറ്റിനും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആയി. ഇതിങ്ങനെ എന്താ പറയുക, വറ്റി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ മാംഗോൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് മധുരം എല്ലാം നോക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം ഒന്ന് മെൽട്ടായി ഫ്രഷ് ക്രീമും ജെലറ്റിനും എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മാംഗോ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നിറയെ ഒഴിക്കണം. പിന്നെ ഞാൻ വേറെ 2 പുഡിംഗ് ബൗളിൽ കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ലോണം തണുക്കണം. ഇത് സെറ്റായതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ മാംഗോ പീസും ലീഫെല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിത് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തൊക്കെ, ഒരു പണിയില്ല, ഭയങ്കര ഈസിയാണ്. എന്നാൽ കാണാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റുമാണ്. കാണാനും നല്ല മൊഞ്ചുള്ളൊരു പന്നാക്കോട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.